ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്. അത് തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടിട്ട് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിൽ ഞാൻ എന്താ പറയുക, നമ്മളെ ട്യൂട്ടി ഫ്രൂട്ടി എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇട്ടിട്ടുമില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ പ്ലം കേക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. എന്നാലും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കാം. ഇതിൻ്റെ ലാസ്റ്റിലേക്ക് പിന്നെ ഫോണ് കട്ട് ചെയ്യുകയും ചെയ്തു. മുഴുവനായിട്ട് വീഡിയോ എല്ലാ റെസിപ്പീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്യണതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ പ്ലം കേക്കിന് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറുത്ത ഉണക്കമുന്തിരി. അതും കുരുവില്ലാത്ത ഉണക്കമുന്തിരി നോക്കി വാങ്ങിക്കണേ. അതിൽ പിന്നെ ഞാൻ ചേർക്കുന്ന ഒരു 4-5 ഡേറ്റ്സാണ്. അത് ഒന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഡേറ്റ്സ് എടുക്കണം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു ഇത്രയൊന്നും വേണ്ട, കുറച്ച് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് മൈദയും പഞ്ചസാരയും ഒക്കെ എല്ലാത്തിൻ്റെയും അളവ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര, അതിന് 1/2 ഗ്ലാസ് നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 ഗ്ലാസ് പൊടിച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മെൽറ്റായി വിട്ട് വരുന്നുണ്ട്. നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് അധികം കളർ കൂടിപ്പോയാൽ നല്ല കയ്പ്പായിരിക്കും കേക്കിന്. അപ്പോൾ കളറ് കൂടാതിരിക്കുക ശ്രദ്ധിക്കുക നല്ലോണം. ഇതാ മെൽറ്റായി വരുന്നുണ്ട്. ഇത് ഇത്ര കളർ പോരാ, കുറച്ചുകൂടി കളർ വേണം. ഇനി നമ്മളെടുത്ത പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അടുത്ത് തന്നെ റെഡിയാക്കി വെക്കണം. ഇത് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തത്. നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ കളറ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒറ്റയടിക്ക് വെച്ച് കൊടുക്കരുത്, കുറേശ്ശെ 2 പ്രാവശ്യമായിട്ട് വെച്ചെടുത്താൽ മതി. മുഖത്തേക്ക് നല്ല ഒരു ആവി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ ആ ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒന്ന് വറ്റി വരട്ടെ. പിന്നെ ഇത് അടുപ്പത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടുപ്പിലേക്ക് തന്നെ കുറഞ്ഞ തീ തന്നെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണേ. ഒരുപാട് അങ്ങോട്ട് വറ്റണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മളെ ഗ്രാമ്പു പൊടിച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. ഈ പരുവത്തിനാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ അതിലും കൂടി കട്ട പിടിച്ച് പോവും, പഞ്ചസാരയല്ലേ. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് നമ്മളെ മൈദയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ആ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് അതുപോലെ 1 ഗ്ലാസ് മൈദപ്പൊടിയും കൂടി എടുക്കുക. ആ മൈദയിലേക്ക് പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം നിർബന്ധമായിട്ടും 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണേ. ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം നമ്മളെ കേക്കിന് ആവശ്യം എല്ലാ സാധനങ്ങളും റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ട, അതുപോലെ ഒരു 1/2 സ്പൂണ് വെനില എസൻസും കൂടെ നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് 15 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണേ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കേണ്ടത്. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ട് 1 ഗ്ലാസ് പഞ്ചസാര അതും കൂടെ ചേർത്ത് ഒരു 15 സെക്കൻഡ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് എഗ് ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എഗ് ബീറ്ററിൽ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് നമ്മളെടുത്ത് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ലോ സ്പീഡിലൊന്ന് 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണേ. ബട്ടർ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ബട്ടർ ചേർക്കാം. അപ്പോൾ അത് ബട്ടർ മെൽറ്റാക്കിയതിന് ശേഷം നല്ല തണുത്തതിൻ്റെ ശേഷം വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഒലിവ് ഓയിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കത് നമ്മൾ പഠിച്ചെടുത്ത ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. പൊടിച്ച് വെച്ച ഗ്രാമ്പൂ 1 ടീസ്പൂണ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് ഇത്രയും പൊടിഞ്ഞ് കിട്ടിയത്. കുഴപ്പമില്ല, കുറച്ച് തരിതരിയായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനി നമ്മളെ മൈദ എല്ലാം റെഡിയാക്കി വെച്ചില്ല, അരിച്ചെടുത്ത മൈദ കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൽ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ച് മൈദയിലേക്ക് നമ്മൾ നട്ട്സ് എടുത്ത് വെച്ചിരുന്നല്ലോ, കാഷ്യൂ നട്ട്സ്, ആ കാഷ്യൂ നട്ട്സ് ഒന്ന് മിക്സിയിലൊന്നും പൊടിക്കാതെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത നട്ട്സ് നമ്മൾ ബാക്കിയുള്ള മൈദയിലേക്കൊന്ന് കൂട്ടിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിൽ ഈ ബാറ്ററിൽ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ നട്ട്സ് ഫുള്ളും താഴേക്ക് പോകും. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ബദാം, പിസ്ത, ഇതൊക്കെ. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് സാധനം വെച്ചിട്ട് ചെയ്യുന്നത്. ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ മൈദ ചേർത്ത് കൊടുത്തത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം മൈദ ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും കൂടെ ചേർത്ത് ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ പ്ലം കേക്കിന് വേണ്ടത്. ലൂസായിട്ടുള്ള പറ്റില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ട് ഉള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനൊരു ചെറിയൊരു സോസ് പാനിലാണ് ഇത് ഉണ്ടാക്കിയത്. കേക്ക് ടിന്നൊന്നും എൻ്റെ അടുത്തില്ല, ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് പ്ലം കേക്ക് ഉണ്ടാക്കണ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് ചെയ്തതാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് എല്ലായിടത്തുനിന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ച് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ ശേഷം ആണ് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് മേലെ വെച്ചെടുത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 45 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെച്ച് ആകെ ഒരു മണിക്കൂറാണത് വേവാൻ ആവശ്യമുള്ളത്. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും കൂടി വെക്കുക. 1 മണിക്കൂർ ആയാൽ നമ്മളെ കേക്ക് റെഡിയാവും. ഇപ്പോൾ അത് നമ്മളെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫോണ് കംപ്ലൈൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ കേക്കിൻ്റെ വീഡിയോസൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും റെസിപ്പി മുഴുവനായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതാ ഇപ്പം ഒന്ന് വെറുതെ ബാക്കിയുള്ള കേക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചതാണ്. നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.